ലോക രാഷ്ട്രീയ സാമ്പത്തിക ഭൂപടം മാറുന്ന ഈ നിർണായക ഘട്ടത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ ഊർജ്ജബന്ധം കൂടുതൽ ദൃഢമാവുകയാണ്. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കും ഉപരോധ ഭീഷണികൾക്കും വഴങ്ങാതെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരനും ഉപഭോക്താവുമായ ഇന്ത്യൻ റഷ്യ എണ്ണയുടെ സുരക്ഷിതമായ ഉറവിടത്തിലേക്ക് കൂടുതൽ ചുവടുവെക്കുന്നതായി ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇരു രാജ്യങ്ങൾക്കും പരസ്പര നേട്ടമുണ്ടാക്കുന്ന ഈ വ്യാപാരം പുതിയ ലോകക്രമത്തിൽ ഇന്ത്യക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കരുത്തു നൽകുന്നു. വരും മാസങ്ങളിൽ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും വലിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ വർധനവിന് പ്രധാന കാരണം റഷ്യൻ ഇന്ത്യ റിഫൈനറികൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ഗണ്യമായ കിഴിവുകളാണ്. എന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 25% ശിക്ഷാ തീരുവ ചുമത്തിയിട്ടും ഈ പ്രവചിക്കപ്പെട്ട വർധനവ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഈ 25% പിഴവ് ഉൾപ്പെടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 50% തീരുവയാണ് ചുമത്തിയത്. അതേസമയം ഇന്ത്യയുടെ ഈ ദൃഢമായ നിലപാട് റഷ്യൻ എണ്ണയുമായുള്ള വ്യാപാരത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നു. ജൂലൈയിൽ റഷ്യയിൽ കൂടുതൽ പാശ്ചാത്യ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും വില ബാരലിന് $47 താഴെയായി തുടരുകയാണെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന പ്രതിജ്ഞാബദ്ധത ഇന്ത്യ ആവർത്തിച്ചു. അടുത്ത ഏതാനും ദശകങ്ങളിൽ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യകത കുത്തനെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. 2050 ആകുമ്പോഴേക്കും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവായി മാറുമെന്ന് BP-യുടെ മുഖ്യ സാമ്പത്തിക വിദഗ്ധൻ പറയുന്നു. ഈ പശ്ചാത്തലത്തിൽ വിശ്വസനീയവും ചിലവ് കുറഞ്ഞതുമായ റഷ്യൻ എണ്ണ ഉറവിടം ഉറപ്പാക്കുന്നത് ഇന്ത്യയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് നിർണായകമാണ്. അതേസമയം സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ ഉൽപ്പാദകർ വാങ്ങലുകളിൽ വഴക്കം തേടുന്നുണ്ടെന്നും അടുത്ത വർഷത്തേക്കുള്ള പുതിയ ദീർഘകാല വിതരണ കരാറുകൾക്കായി മിഡിൽ ഈസ്റ്റേൺ ആഫ്രിക്കൻ എണ്ണ കമ്പനികളുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഒരേ സമയം ഊർജ്ജ സുരക്ഷയും വിപണിയിലെ വഴക്കവും നിലനിർത്താനുള്ള ഇന്ത്യയുടെ നയതന്ത്രജ്ഞതയെയാണ് സൂചിപ്പിക്കുന്നത്.